ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. തെറ്റുപാടുകളില്ലാത്തവരാരുമില്ല. വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരസ്പര സമ്പർക്കങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ തെറ്റ് തിരുത്താനും സഹോദരിയെ വീണ്ടെടുക്കാനുമുള്ള ഒരു പ്രവണത സ്വാഭാവികമായി മനസ്സിൽ സൂക്ഷിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ തെറ്റ് ചെയ്തവൻ എത്ര പ്രാവശ്യം നിൻ്റെ അടുക്കൽ വന്ന് സോറി പറഞ്ഞാലും നീ എണ്ണമില്ലാത്തവണ്ണം അവനോട് ക്ഷമിക്കുക. ചെയ്ത തെറ്റ് വീണ്ടും വീണ്ടും അവൻ ആവർത്തിക്കുമ്പോൾ നീ അവനോട് ക്ഷമ കാണിക്കുക. പക്ഷേ ഈശോ പറയുന്നൊരു കാര്യം, തെറ്റ് തിരുത്താനുള്ള ഒരവകാശം കൂടിയുണ്ട്. ആദ്യം ഞാൻ എന്നിൽ തന്നെ തെറ്റുകൾ തിരുത്തണം. ആ തെറ്റുകൾ തിരുത്തിയിട്ട് വേണം മറ്റുള്ളവരുടെ നേർക്ക് തെറ്റുകൾ തിരുത്താനുള്ള ഒരു നീക്കം. അപ്പോൾ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മളെ നിരായുധരാക്കുന്ന വിധത്തിലുള്ള പ്രവണതകൾ കാണുമ്പോഴാണ് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുന്നത്, എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിക്കും? ഈശോ പറയുന്നു, എണ്ണമില്ലാത്തവണ്ണം ക്ഷമിക്കുക. അതുവഴി നീ നിൻ്റെ സഹോദരനെ നേടിയെടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാൻ ഈശോ നമ്മളോട് പ്രാർത്ഥന തന്നിരിക്കുന്നത്. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഇങ്ങനെ കറയില്ലാത്ത മനസ്സാക്ഷി ശുദ്ധമായ ഒരു ജീവിതത്തിനുടമകളായി നമുക്ക് ഈ ലോകത്ത് വ്യാപരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.